ഭാഷ സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉണ്ട് എന്നുള്ളതിന്. ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കിട്ടിയാൽ നമുക്ക് ഒരുപാട് വാക്കുകൾ പറയാൻ പറ്റും. ഐ ഹാവ് കാർ, എനിക്ക് കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാറുണ്ട് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും ഐ ഹാവ് എ കാർ എന്നാണ് കറക്റ്റ് എന്ന്. പക്ഷേ സംസാര ഭാഷയിൽ ഒരിക്കലും അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മലയാളം സംസാരിക്കുമ്പോൾ എത്ര തെറ്റ് വന്നാലും കുഴപ്പമില്ല, എങ്ങനെയായാലും നമ്മൾ ക്ഷമിക്കും. പക്ഷെ സാഹിബിൻ്റെ ഭാഷയിൽ തെറ്റ് വന്നാലും ക്ഷമിക്കില്ല. പക്ഷെ ആ ഒരു മൈൻഡ് നമ്മൾ പിന്നെ ബാക്കി എല്ലാ ഭാഷകളും ഈ പ്രവാസ ലോകത്തൊക്കെ നമ്മൾ കാണുന്നതാണ്. എല്ലാ ഭാഷയും സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ, പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു കോൺഫിഡൻസ് കുറവ്, അത് തെറ്റിപ്പോകുന്നുള്ളത്. ബാക്കി ഭാഷ അറബിയൊക്കെ അവരെങ്ങനെ സംസാരിക്കും, അത് തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷേ ഇംഗ്ലീഷ് തെറ്റുമ്പോൾ പോലെയാണ് ഭയങ്കര പ്രശ്നം വരുന്നത്. ഇംഗ്ലീഷ് തെറ്റിയ ഒരു കുഴപ്പമില്ല. ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ മീറ്റിംഗ്, അല്ലെങ്കിൽ ഐ ഹാവ് മീറ്റിംഗ് അറ്റ് 8 o'clock, ഐ ഹാവ് സം അർജൻറ്റ്. അങ്ങനെ എന്തും നിങ്ങൾക്ക് പറയാം. കാരണം ഇത് സംസാര ഭാഷയാണ്. സംസാര ഭാഷയിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ ഉപയോഗിക്കുന്ന വാക്കാണ് വൈ. വൈ ആർ യു ലേറ്റ്? എന്താണ് ഈ വൈകിയത്? വൈ ആർ യു ഏർലി ടുഡേ? വൈ ആർ യു ഏർലി ടുഡേ? എന്താണ് നീ ഇന്ന് നേരത്തെ? അപ്പോൾ അല്ലെങ്കിൽ വൈ യു ആർ എന്ന് ചോദിക്കുക, കുഴപ്പമില്ല. യു ആർ ഏർലി, നീ നേരത്തെയാണെന്നാണ്. ഈ വൈ യു ആർ ഏർലി, അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. വൈ എന്നുള്ളത് എന്തുകൊണ്ട്, എന്താണ് കാരണം, ഇത് ചോദിക്കുന്ന കാര്യം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ബാക്കി നിങ്ങൾ എന്തും ചോദിച്ചോളൂ. അതുപോലെ വൈ ദിസ് ഈസ് ഡേർട്ടി? എന്താണിത്, ഇതെന്താണ് അഴുക്കായിരിക്കുന്നത്? വൈ ഈസ് ദിസ് ഡേർട്ടി എന്നും ചോദിക്കാം. ഡേർട്ടി എന്ന് പറഞ്ഞാൽ അഴുക്ക്. വൈ ദിസ് ഈസ് വെറ്റ്? എന്താണ് ഇത് നനഞ്ഞിരിക്കുന്നത്? വൈ ദിസ് ഈസ് നോട്ട് വാക്കിംഗ്? വൈ ദിസ് ഈസ് നോട്ട് വാക്കിംഗ്? എന്താണിത് വർക്ക് ചെയ്യാതിരിക്കുന്നത്? വൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് വാക്കുകൾ, പ്രത്യേകിച്ച് ഇത് പറയുന്നതൊക്കെ നമ്മൾ പ്രവാസ ലോകത്ത് ഭാഷ അറിയാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് നമുക്ക് ചൊറഞ്ഞ വാക്കുകൾ മതി സംസാരിക്കാൻ. അതറിഞ്ഞു കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയുന്ന വാക്കുകളാണ്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ പല വാക്കുകളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക.